ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. സൂര്യ നായകനെത്തിയ റെട്രോ ഇന്നലെ മെയ് 1-ാം തീയതി ആയിരുന്നല്ലോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിനിമയുടെ ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷനും ആദ്യ ദിവസത്തെ ട്രാക്കേഴ്സ് കളക്ഷൻ എല്ലാം തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ സിനിമയുടെ 2-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, ആകെ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് പ്രകാരം ഇന്ന് 2-ാം ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ ആകെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ കങ്കുവ എന്ന സിനിമയെ വെച്ച് നോക്കുമ്പോൾ ഭേദപ്പെട്ട കളക്ഷൻ ഉണ്ട് എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ ഇന്നലെ ഇതേ സമയം 1,50,00,000 മുകളിൽ ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 30 ലക്ഷത്തിൽ പരമാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് കേരളത്തിൽ 1 കോടി ഗ്രോസ് ഉണ്ടാകില്ല. 60 ലക്ഷത്തോളം കേരള ഗ്രോസേ ഇന്ന് സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ആകെ 2 ദിവസത്തെ കേരള ഗ്രോസ് ഇന്നത്തോടെ മാത്രമേ 3 കോടിയിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് എത്തുകയുള്ളൂ. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം ഒഫീഷ്യൽ കളക്ഷന്റെ അടിസ്ഥാനത്തിൽ 46 കോടി രൂപയ്ക്ക് മുകളിലും ട്രാക്കേഴ്സ് കളക്ഷന്റെ അടിസ്ഥാനത്തിൽ 34 കോടിയിൽ പരം ഗ്രോസ് കളക്ഷനുമായിരുന്നല്ലോ സൂര്യ സിനിമ നേടിയെടുത്തത്. ഇന്ന് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 15-20 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സൂര്യ ചിത്രം അങ്ങനെ 50 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കാനായിട്ടൊരുങ്ങുകയാണ്. 50-55 കോടി റേഞ്ചിൽ കളക്ഷനാണ് ഇന്നത്തോടെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 2 ദിവസങ്ങൾ കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ സൂര്യയും ജ്യോതികയും നിർമ്മിച്ച സിനിമ കൂടിയാണ് സൂര്യ നായകനെത്തിയ റെട്രോ. സിനിമ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, അഭിപ്രായങ്ങൾ പറയൂ. കാത്തിരിക്കൂ ആദ്യ വീക്കെൻഡിലെ അടുത്ത ദിവസങ്ങളിലെ കളക്ഷനായിട്ട്.